അമിതവണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ ഡയബറ്റിക്സ് കുറയ്ക്കേണ്ടവരും ഒക്കെ ഇപ്പോൾ അരിയുടെ അളവ് കുറച്ച് പ്രോട്ടീൻ കൂടുതലായി കഴിക്കുന്നുണ്ട്. അങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പച്ചരി എടുക്കുക. അതിൻ്റെ കൂടെ 1/2 കപ്പ് ഉഴുന്ന്, 1/4 കപ്പ് ചെറുപയർ പരിപ്പ്, 1/4 കപ്പ് കടല, അതുപോലെ 1 ടേബിൾ സ്പൂണ് ഉലുവ. എല്ലാം കൂടെ നന്നായിട്ട് കഴുകിയിട്ട് രാത്രിയിൽ ഇത് കുതിരാനായിട്ട് മാറ്റി വെക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള മറ്റ് പരിപ്പുകൾ ഇതിനകത്ത് ആഡ് ചെയ്യാം. രാവിലെ വെള്ളമെല്ലാം മാറ്റിയിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതിൻ്റെ കൂടെ എരിവിനാവശ്യമായ വറ്റൽമുളക്, കുരുമുളക്, പിന്നെ അരയ്ക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഒത്തിരി അരഞ്ഞില്ലേലും സാരമില്ല. അതിനുവേണ്ടി ചേർക്കുന്നത് കുറച്ച് കറിവേപ്പില, ചെറിയ പീസ് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പിന്നെ ലേശം മഞ്ഞൾ പൊടി, ഉപ്പ് എല്ലാം കൂടി ഇട്ട് വീണ്ടും ഇത് അരച്ചെടുക്കുക. അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിക്കണം. എന്നിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുക. നന്നായിട്ട് ഇളക്കുക. പിന്നെ താല്പര്യമെങ്കിൽ കുറച്ച് കായപ്പൊടി കൂടെ ചേർക്കാവുന്നതാണ്. നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇവിടെ ബാറ്റർ റെഡിയായി. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഈ ബാറ്റർ ഉപയോഗിച്ച് കനം കൂടിയ ദോശയോ കനം കുറച്ചതോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. കനം കൂട്ടി ദോശ ഉണ്ടാക്കുമ്പോൾ അടച്ചു വെക്കുന്നത് നല്ലതാണ്. മീഡിയം ഫ്ലെയിമിൽ വേണം ഇതുണ്ടാക്കാനായിട്ട്. ചൂട് ഒത്തിരി കൂടിപ്പോകരുത്, കരിഞ്ഞു പോകും. ഇനി ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഓയിൽ സ്പ്രേ ചെയ്ത് ചൂടോടുകൂടി തന്നെ ഇത് ഉപയോഗിക്കാം. ഏത് ചട്നിയുടെ കൂടെയും ഇത് നല്ലതാണ്. എന്നാൽ തേങ്ങാ ചട്നി ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ റെസിപ്പി. ഇത് അരച്ച ഉടനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ എടുത്ത അളവിൽ അരച്ചാൽ 5 പേർക്ക് കഴിക്കാനുള്ള ദോശ കിട്ടും. ബേക്കിംഗ് സോഡ ഒന്നും ഇടാതെ തന്നെ നല്ല സോഫ്റ്റാണിത്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഈ ദോശ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.